എല്ലാവർക്കും നമസ്കാരം. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ 5th യൂണിറ്റായ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈഗ്രേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 87. അവിടെ ആദ്യമായിട്ട് ആസാം പണിക്കർ എന്ന് പറയുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിത അവിടെ തന്നിരിക്കുന്നു. ജനിച്ച നാട് വിട്ടകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരീക്ഷകൾ നമ്മൾ കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു തിരയടിക്കും താഴ്വാരവും പാടവും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിലന്വേഷിച്ചു പോകുന്ന ആളുകളെ കുറിച്ചാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. 1941 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിൽ തേടി പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ നിലവിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്ന ആളുകൾ ഇപ്പോൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ അടുത്ത പേജിൽ മറ്റൊരു പേപ്പർ കട്ടിങ്സ് തന്നിരിക്കുന്നു. അത് നമുക്ക് നോക്കാം. കേരള കോൾസ് ഫോറിൻ വർക്കേഴ്സ് ഗസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ദ വേൾഡ് അപ്ലോസ്. In Kerala, a new word is used to refer to migrant workers as guest workers. അതായത് മറുനാടൻ തൊഴിലാളികളെ, മറ്റ് നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് തൊഴിൽ വരുന്ന ആളുകളെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. ആ പ്രയോഗം ലോകം നമ്മളെ കൈയടിച്ചു എന്നാണ് ഈ വാർത്തയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അതിഥി തൊഴിലാളികളാണ് നമ്മുടെ നാട് മുഴുവൻ ഉള്ളത്. എല്ലാ ജോലിക്കും അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നും ഒക്കെ വരുന്ന ഈ തൊഴിലാളികളാണ് നമ്മുടെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളും തൊഴിൽ തേടി മറ്റ് നാടുകളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നത് പോലെ തന്നെ കേരളത്തിൽ നിന്നും പുറത്തേക്കും തൊഴിൽ തേടി പോകുന്നുണ്ട്. അങ്ങനെ തൊഴിൽ തേടി മറ്റ് നാടുകളിലേക്ക് പോകുന്നതിനുള്ള കാരണം എന്താണ്? നമുക്കിവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് മൈറ്റ് ബി ദ റീസൺസ് ഫോർ ദെയർ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്? മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ആഡഡ്. എന്ന് വെച്ചാൽ എന്താണ് മൈഗ്രേഷന് കാരണം? മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം എന്നാണ്. തൊഴിലിനായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദെയർ മൈഗ്രേഷൻ? എന്താണ് ഇങ്ങനെ മൈഗ്രേഷൻ ചെയ്യാനുള്ള കാരണം? ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിലിനായിട്ട് ഇങ്ങനെ കുടിയേറി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള കാരണം എന്താണ്? മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ആഡഡ്. കൂടുതൽ വിവരങ്ങൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോയിന്റുകളവിടെ തന്നിരിക്കുന്നു. ബെറ്റർ ഇൻകം, നല്ല വരുമാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറി താമസിക്കാറുണ്ട്. നമുക്കറിയാം, ഗൾഫിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ ഒക്കെ ആളുകൾ പോകുന്നത് ബെറ്റർ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഉയർന്ന സാമൂഹ്യ പദവി, അതാണ് ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് ഉയർന്ന പദവി ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള പദവി ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉയർന്ന ഒരു സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാറുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഉയർന്ന ജീവിത നിലവാരം. നല്ല ജീവിത നിലവാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് നമുക്ക് നല്ല ഇൻകം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല സാലറി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്ന ജീവിത നിലവാരം ലഭിക്കത്തുള്ളൂ. അങ്ങനെ ഉയർന്ന ജീവിത നിലവാരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. അതാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അടുത്തത് എക്കണോമിക് കണ്ടീഷൻസ്, അതായത് സാമ്പത്തിക സാഹചര്യങ്ങൾ. അതായത് നല്ല എക്കണോമിക് കണ്ടീഷൻ കിട്ടുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാറുണ്ട്. അതേപോലെ തന്നെ ക്ലൈമറ്റ്, കാലാവസ്ഥ. നമുക്ക് ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി തൊഴിൽ തേടുന്നവരുടെ എണ്ണം കൂടുതലാണ്. അടുത്തതായിട്ട് ടോപ്പോഗ്രാഫി. ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഭൂപ്രകൃതിയാണ്. നല്ല ഭൂപ്രകൃതിയാണെങ്കിൽ അവിടെ നമുക്ക് ജീവിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അർബനൈസേഷൻ എന്ന് വെച്ചാൽ നഗരവൽക്കരണം എന്നാണ്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ആളുകൾ കൂടുതൽ താമസിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മൈഗ്രേഷനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബെറ്റർ ഇൻകം, ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എക്കണോമിക് കണ്ടീഷൻസ്, ക്ലൈമറ്റ്, ടോപ്പോഗ്രാഫി, അർബനൈസേഷൻ, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അടുത്തതായി ദ ഹിസ്റ്ററി ഓഫ് മൈഗ്രേഷൻ ഇൻ കേരള. കേരളത്തിലെ മൈഗ്രേഷൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളതാണ്. അതൊരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. മലയാളം സംസാരിക്കുന്ന ജനത കൂട്ടായ ഒരു ദേശീയബോധം, ഭാഷ, ഭൂമിശാസ്ത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളീയർ എന്ന ഒറ്റ സ്വത്വത്തിനു മുമ്പ് തന്നെ ഇവിടെ നിന്നും കുടിയേറ്റങ്ങളും പ്രവാസങ്ങളും ലക്ഷ്യമാക്കിയുള്ള പല രീതിയിലുള്ള യാത്രകൾ സംഭവിച്ചിരുന്നു. കേരളത്തിൽ നിന്നും ബ്രിട്ടീഷ് കോളനിയിലേക്ക്
കേരളീയരെ നിർബന്ധപൂർവം അടിമത്തൊഴിലാളികളായി ഉപയോഗിച്ചിരുന്നു. മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മലബാർ പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ടതും സംഘടിതവുമായി കുടിയേറ്റങ്ങൾ നടന്നിരുന്നു. ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ മുംബൈ അല്ലെങ്കിൽ ബോംബെ, ചെന്നൈ അല്ലെങ്കിൽ മദ്രാസ്, കൊൽക്കത്ത അല്ലെങ്കിൽ കൽക്കട്ട, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് വ്യാപകമായി പോയതും ജനസംഖ്യ അടിസ്ഥാനമാക്കിയ ചലനാത്മകതയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇതിനുശേഷമാണ് ഗൾഫ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപകമായ കുടിയേറ്റം കേരളത്തിൽ നിന്നും ഉണ്ടായത്. ലോകത്തിലെ വികസന കാര്യങ്ങളിൽ മുന്നോക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്കും മലയാളികൾ ജോലിക്കും സ്ഥിരതാമസത്തിനുമായി എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസവും അനുബന്ധ തൊഴിലുകളും തേടിയുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ നിന്നും കൂടുതലും ഉണ്ടാകുന്നത്. കാനഡ, UK, USA, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ധാരാളം പേർ കുടിയേറുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ മൈഗ്രേഷന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈഗ്രേഷൻ ഈസ് ദ പെർമനന്റ് ഓർ ടെമ്പററി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ദർ ആർ മെയിൻലി 2 ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടോ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടോ സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ ഒന്നുകൂടെ പറയാം. മൈഗ്രേഷൻ ഈസ് ദ പെർമനന്റ് ഓർ ടെമ്പററി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. There are mainly 2 type of migrations. 2 തരത്തിലുള്ള മൈഗ്രേഷൻ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിലെ ഒന്നാമത്തേത് ഇന്റേണൽ മൈഗ്രേഷൻ, അടുത്തത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഇന്റേണൽ മൈഗ്രേഷൻ എന്താണെന്ന് നോക്കാം. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കോൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ. അതായത് ഒരു രാജ്യത്തിന് ഉള്ളിൽ തന്നെ മൈഗ്രേഷൻ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയി താമസിക്കുക, ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയും. People of Kerala going to other states in search of employment and people from other state coming to Kerala are example of internal migration. അതായത് കേരളത്തിലെ ആളുകള് അതർ സ്റ്റേറ്റുകളിലേക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നതിനെയോ അല്ലെങ്കിൽ പീപ്പിൾസ് ഫ്രം അതർ സ്റ്റേറ്റ് കമ്മിങ് ടു കേരള, അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് ആളുകൾ വരുന്നതിന്, ഇപ്പം അങ്ങനെ വരുന്നുണ്ട്, ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ കേരളത്തിലേക്ക് തൊഴിലിനായി വരുന്നത്, ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ മൈഗ്രേഷൻ ഒന്നുകൂടെ നോക്കാം. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കോൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ. ഒരു രാജ്യത്തിനകത്തുള്ള മൈഗ്രേഷനെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ അക്രോസ് കൺട്രീസ് ബോർഡർ ഈസ് ജനറലി കോൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. അതായത് രാജ്യങ്ങളുടെ അതിർത്തി വിട്ടുപോകുക, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ആളുകളൊക്കെ ഗൾഫിൽ ജോലിക്ക് പോകാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് UK, കാനഡ, USA അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്നാണ്. An example of international migration is the movement of people from India to Gulf countries and European countries. അതായത് ഇന്റർനാഷണൽ മൈഗ്രേഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഗൾഫ് കൺട്രികളിലേക്ക് പോകുന്നതും അതുപോലെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നതും ഒക്കെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അപ്പോൾ മൈഗ്രേഷൻ നടക്കുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ടാവും. അതായത് നമ്മുടെ പോപ്പുലേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇപ്പം മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരാതെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യും. US, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ കൂടുതൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ പോപ്പുലേഷനിൽ അത് മാറ്റം ഉണ്ടാവും. അപ്പോൾ മൈഗ്രേഷൻ ചേഞ്ചസ് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയിലെ പോപ്പുലേഷൻ സ്ട്രക്ചറിന്റെ മാറ്റം വരുത്തുന്നത് മൈഗ്രേഷൻ ആണ്. അടുത്തതായിട്ട് ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ വിച്ച് മൈഗ്രേഷൻ ദേ ആർ ആൻഡ് ആഡ് മോർ എക്സാമ്പിൾസ് ടു ദ ലിസ്റ്റ്. അതായത് താഴെ 3 മൈഗ്രേഷൻ തന്നിരിക്കുന്നു. അത് ഏതിലാണ് വരുന്നത്? ഇന്റേണൽ മൈഗ്രേഷൻ ആണോ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണോ എന്ന് നോക്കാൻ. ഒന്നാമത്തേത് മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്. അതായത് മലയാളീസ് വിദേശ രാജ്യങ്ങളിൽ ഫോറിൻ കൺട്രീസുകളിലേക്കൊക്കെ ജോലിക്കായിട്ട് പോകുന്നത്. അത് എന്ത് മൈഗ്രേഷൻ ആണ്? ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അടുത്തതായിട്ട് നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ്
വർക്കിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള. അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ജോലിക്കാർ, അതായത് നമ്മൾ പറയാറില്ലേ ബീഹാറീസ് എന്നൊക്കെ പറയുന്ന ബീഹാറിലെ ജോലിക്കാരൊക്കെ നമ്മുടെ ഗസ്റ്റ് വർക്കേഴ്സ്, അവര് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ ജോലി ചെയ്യാറുണ്ട്, നിർമ്മാണ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അത് എന്ത് മൈഗ്രേഷൻ ആണ്? ഇന്ത്യക്കകത്ത് തന്നെ ഉള്ള മൈഗ്രേഷൻ ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയാം. അടുത്തതായിട്ട് സ്റ്റുഡൻസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് കുട്ടികൾ എബ്രോഡ് പോകുന്നു. എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. കുറച്ചുകൂടി പോയിന്റുകൾ ചേർത്തിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റി ഒന്ന് വിപുലീകരിക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം. അത് ഏത് മൈഗ്രേഷനിൽ വരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഇന്റേണൽ മൈഗ്രേഷൻ ആണോ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണോ എന്ന് നോക്കാം. അപ്പോൾ പോയിന്റുകൾ പറയാം. യൂറോപ്യൻസ് മൈഗ്രേറ്റ്സ് ടു ഇന്ത്യ, അതായത് യൂറോപ്യൻസ്, പണ്ട് യൂറോപ്യൻസ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മൈഗ്രേഷൻ. അപ്പോൾ യൂറോപ്യൻസ് മൈഗ്രേറ്റ് ടു ഇന്ത്യ. അടുത്തത് മൈഗ്രേഷൻ ഫ്രം സെൻട്രൽ ട്രാവൻകൂർ ടു മലബാർ, അതായത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് ഉള്ള മൈഗ്രേഷൻ. അടുത്തതായിട്ട് മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്, മലയാളീസ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അടുത്തത് മൈഗ്രേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ ടു ഫോറിൻ കൺട്രീസ്, മൈഗ്രേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ ടു ഫോറിൻ കൺട്രീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത്. അടുത്തത് പോസ്റ്റ് മാരേജ് മൈഗ്രേഷൻ ഇൻ കേരള, കേരളത്തിൽ നിന്നും വിവാഹാനന്തര മൈഗ്രേഷൻ, അതായത് വിവാഹം കഴിച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്, അങ്ങനെയുള്ള മൈഗ്രേഷൻ. അടുത്തത് സ്റ്റുഡൻസ് ഗോയിങ് എബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള, കേരളത്തിലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് ജോലി ചെയ്യുന്നത്. അടുത്തതായിട്ട് കേരള IT പ്രൊഫഷണൽസ് വർക്കിംഗ് ഇൻ ബംഗളൂരു, അതായത് കേരളത്തിലെ IT പ്രൊഫഷണൽസ്, അതായത് കമ്പ്യൂട്ടർ അധിഷ്ഠിത ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, IT പ്രൊഫഷണൽസ്. അങ്ങനെയുള്ളവർ ബാംഗ്ലൂരിലേക്കൊക്കെ പോകാറുണ്ട്. നമ്മൾ അതിനെ ബംഗളൂരു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന IT പ്രൊഫഷണൽസ്. അടുത്തതായിട്ട് എമിഗ്രേഷൻ ഫ്രം ഗാസ ടു അതർ കൺട്രീസ് ഡ്യൂ ടു ദ സിവിൽ അൺറസ്റ്റ്, അതായത് നമ്മൾക്കിപ്പോൾ അറിയാം ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടുത്തെ ആഭ്യന്തര പ്രശ്നം കാരണം അവിടുന്ന് ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുന്നു. അപ്പോൾ അതിനെ ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് യൂറോപ്യൻസ് മൈഗ്രേറ്റ് ടു ഇന്ത്യ, യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് എന്ത് മൈഗ്രേഷൻ ആണ്? ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് മൈഗ്രേഷൻ ഫ്രം സെൻട്രൽ ട്രാവൻകൂർ ടു മലബാർ, അതായത് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് പോകുന്നത്, അത് ഇന്ത്യക്കകത്ത് തന്നെ ഉള്ളതാണ്, അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്, മലയാളീസ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്, അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് മൈഗ്രേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ ടു ഫോറിൻ കൺട്രീസ്, മൈഗ്രേഷൻ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ, എവിടുന്ന്? ഇന്ത്യയിൽ നിന്നും ഫോറിൻ കൺട്രീസിൽ, ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ, അതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് പോസ്റ്റ് മാരേജ് മൈഗ്രേഷൻ ഇൻ കേരള, കേരളത്തിലെ വിവാഹാനന്തര മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് കേരളത്തിൽ നിന്നും ഇപ്പോൾ തമിഴ്നാട്ടിലേക്കോ അല്ലെ കർണാടകത്തിലേക്കോ ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത്, അതിനെ നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയും. അടുത്തത് സ്റ്റുഡൻസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് വിദേശത്ത് പഠനത്തിനായിട്ട് കുട്ടികൾ പോകുന്നത്, അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള, നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് കേരളത്തിലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്, അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് കേരള IT പ്രൊഫഷണൽസ് വർക്കിംഗ് ഇൻ ബംഗളൂരു, കേരളത്തിലെ IT പ്രൊഫഷണൽസുകൾ എവിടെ? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നത്, അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. അടുത്തത് എമിഗ്രേഷൻ ഫ്രം ഗാസ ടു അതർ കൺട്രീസ് ഡ്യൂ ടു സിവിൽ അൺട്രസ്റ്റ്, അതായത് ആഭ്യന്തര സംഘർഷം മൂലം അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ കാരണം ഗാസയിലെ ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുന്നു, അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അടുത്തതായി ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, അതായത് ജനന നിരക്ക് അല്ലെങ്കിൽ മരണനിരക്ക് എന്നാണ് അതിൻ്റെ മലയാളം. ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ വളർച്ച അല്ലെങ്കിൽ ജനസംഖ്യ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നറിയാൻ, അതിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. ആ ജനസംഖ്യ വളർച്ച തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് നോക്കിയിട്ടാണ്, ജനന നിരക്ക് അല്ലെങ്കിൽ മരണനിരക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ നോക്കാം. ബർത്ത് റേറ്റ് ആൻഡ്
ഡെത്ത് റേറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ആൻ ഏരിയ. അതായത് ഒരു ഏരിയയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ആൻ ഏരിയ. ഇനി ബർത്ത് റേറ്റ് എന്താണെന്ന് നോക്കാം. ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലീവ് ബർത്ത് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ഈ നമ്മുടെ ജനസംഖ്യയിലെ ഓരോ 1000ത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക്. അതായത് 1000ത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 100-ലല്ല. നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ പറയുമ്പോൾ 100-ലാണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ 100-ലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ 1000ത്തിലും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനനനിരക്ക്. അപ്പോൾ ബർത്ത് റേറ്റ് എന്താണ് എന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. Birth rate is the number of live births per 1000 of the population. പോപ്പുലേഷനിലെ 1000-ത്തിൽ ജീവനോടെ ജനിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ബർത്ത് റേറ്റ്. അടുത്തത് ഡെത്ത് റേറ്റ് നോക്കാം. ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ ഇൻ എ പർട്ടിക്കുലർ ഏരിയ അറ്റ് എ പർട്ടിക്കുലർ ടൈം. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിൽ ഓരോ 1000ത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക്. അപ്പോൾ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 100-ലല്ല 1000-ത്തിലാണ് കണക്കാക്കുന്നത്. ഓരോ 1000ത്തിലും മരിക്കുന്നവരുടെ എണ്ണം, അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഓരോ 1000ത്തിലും മരിക്കുന്നവരുടെ എണ്ണം, അതാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ആൻസർ: ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ ഇൻ എ പർട്ടിക്കുലർ ഏരിയ അറ്റ് എ സ്പെസിഫിക് ടൈം. അപ്പോൾ ഇതുപോലെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് അവിടുത്തെ ജനസംഖ്യയുടെ വളർച്ച കണക്കാക്കുന്നത്. ജനസംഖ്യയുടെ വളർച്ച കണക്കാക്കുന്നതിന് ഈ പറഞ്ഞ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും. അപ്പോൾ നമുക്ക് അതിനെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബർത്ത് റേറ്റ് കുറയുകയും ഡെത്ത് റേറ്റ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കും? ജനസംഖ്യ കുറയും. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, ജനന നിരക്ക് കുറയുന്നു, ജനിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. അതേപോലെ തന്നെ മരണനിരക്ക് കൂടുന്നു, മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ജനസംഖ്യ കുറയും. ഇനി തിരിച്ച് മരിക്കുന്നതിനേക്കാൾ ജനനനിരക്ക് ഉയരും. എന്ന് വെച്ചാൽ മരിക്കുന്ന ആളുകളുടെ ഇപ്പം 10 പേര് മരിക്കുകയാണെങ്കിൽ 15 പേര് ജനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ജനസംഖ്യ വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജനസംഖ്യയുടെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജനസംഖ്യ കൂടുകയാണോ കുറയുകയാണോ എന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അത് population growth is calculated based on the difference between birth rate and death rate. അതായത് പോപ്പുലേഷന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബർത്ത് റേറ്റിന്റെയും ഡെത്ത് റേറ്റിന്റെയും ഡിഫറൻസ് എടുത്തിട്ടാണ്. Population growth slows down when the birth rate is low and the death rate is high. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും, പതികയാവും അല്ലെങ്കിൽ താഴും. എങ്ങനെയാണ്? ബർത്ത് റേറ്റ് ലോ ആവുകയും ആൻഡ് ഡെത്ത് റേറ്റ് ഹൈ ആവുകയും ചെയ്യുമ്പോൾ, അതായത് ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പോപ്പുലേഷന്റെ ഗ്രോത്ത് കുറയും. Population increases when the birth rate exceeds the death rate. അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, ജനസംഖ്യ കൂടും. എപ്പോഴാണ്? ബർത്ത് റേറ്റ് എക്സീഡ് ചെയ്യുന്നു എന്തിനേക്കാൾ? ഡെത്ത് റേറ്റിനേക്കാൾ. ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാൾ കൂടുമ്പോൾ പോപ്പുലേഷൻ കൂടും. അടുത്തതായിട്ട് ഒരു ഗ്രാഫ് വന്നിരിക്കുന്നു. ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ 1901 to 2001. 1901 മുതൽ 2001 വരെയുള്ള ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഇന്ത്യയിലെ, അത് നമുക്ക് നോക്കാം. ആ ടേബിള് അവിടെ ഗ്രാഫ് താഴെയായിട്ട് ടേബിൾ തന്നിരിക്കുന്നു, അത് നോക്കുക. ഇയർ 1901, ബർത്ത് റേറ്റ് 49.2, ഡെത്ത് റേറ്റ് 42.6. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കുറവുമാണെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടും എന്നാണ് നമ്മൾ പറഞ്ഞത്. തിരിച്ചു വന്നാൽ പോപ്പുലേഷൻ കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ പോപ്പുലേഷൻ കൂടുകയാണോ കുറയുകയാണോ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് 1911, ബർത്ത് റേറ്റ് 48.1, ഡെത്ത് റേറ്റ് 47.2. അവിടെ നമുക്ക് ബർത്ത് റേറ്റ് കൂടി ഡെത്ത് റേറ്റ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ജനസംഖ്യ കൂടുകയാണ്. അങ്ങനെ താഴോട്ട് നോക്കണം. 1921, 46.4, 36.3. അടുത്തത് 1931,
45.2, 13.2. അടുത്ത 1941 39.9, 27.4. 1951 41.7, 22.8. 1961 41.2, 19. 1971 37.1, 14.8. 1981 33.9, 12.5. 1991 29.5, 9.8. 2001 26, 9. അപ്പോൾ നമ്മുടെ ബർത്ത് റേറ്റ് കൂടുകയും ഡെത്ത് റേറ്റ് കുറഞ്ഞു വരികയും ചെയ്യുന്ന ട്രെൻഡാണ് നമുക്ക് കാണുന്നത്. അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഗ്രാഫ് ഗിവൺ എബവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ട്രെൻഡ്സ് ഓഫ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റിന്റെയും ട്രെൻഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി. എന്താണ് അവിടുത്തെ ട്രെൻഡ് വന്നിരിക്കുന്നത്? ഇവിടെ പോപ്പുലേഷൻ കൂടുകയാണ്, ജനസംഖ്യ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ബർത്ത് റേറ്റ് കൂടുകയും ഡെത്ത് റേറ്റ് കുറയുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ഫൈൻഡ് ഔട്ട് ദ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. അതായത് 2011 സെൻസസ് പ്രകാരം ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. 2011 സെൻസസും പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 21.8ഉം ഡെത്ത് റേറ്റ് 7.1ഉമാണ്. കേരളത്തിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 16.75ഉം ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.2ഉമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ടേബിൾ നോക്കിയിട്ട് 1901 തൊട്ട് 2001 വരെയുള്ള ഇവിടെ തന്നിരിക്കുന്നു. അവിടെ ബർത്ത് റേറ്റ് അവിടെ 1901 49.2 ആണ്. അത് 2001 ആയപ്പോൾ 26 ആയി മാറി. അപ്പോൾ ബർത്ത് റേറ്റ് കുറഞ്ഞു വരികയാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡെത്ത് റേറ്റും അങ്ങനെ തന്നെയാണ്. 1901 ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 42.6 ആണ്. അത് 2001 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഡെത്ത് റേറ്റ് 9 ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഇന്ത്യയിൽ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതും എന്ത് ചെയ്യുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഡെത്ത് റേറ്റിന്റെയും ബർത്ത് റേറ്റിന്റെയും ആ കണക്ക്, അതിന്റെ കൃത്യമായ ഒരു കണക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അത് കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ജനനങ്ങളും മരണങ്ങളും യഥാസമയം കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ഒരു ബർത്ത് ഉണ്ടായാൽ, ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ആശുപത്രിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും അത് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യപ്പെട്ട് അത് എവിടെയാണോ ആ കുട്ടി ജനിച്ചത് അതിന്റെ ബന്ധപ്പെട്ട ഓഫീസിൽ അത് കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യും. അങ്ങനെ അതായത് ഒരു ജനനവും മരണവും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ ട്രെൻഡ്സ് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ആക്യുറസി ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിപ്പോർട്ടിംഗ് ദോസ് ഇൻ റിലവന്റ് ഏജൻസീസ്. അതിന്റെ റിലവന്റ് ആയിട്ടുള്ള ഏജൻസിയിൽ, അതിന്റെ കൃത്യമായ ഏജൻസിയിൽ നമ്മൾ ബർത്തും ഡെത്തും എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഇൻ മോസ്റ്റ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത് ഓൺ ടൈം. അതായത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ബർത്തും ഡെത്തും റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബർത്ത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂളിലൊക്കെ ചേരാൻ സാധിക്കത്തുള്ളൂ. പല ആവശ്യങ്ങൾക്കും നമുക്കത് വേണം. അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് പല ആവശ്യങ്ങൾക്കും വേണം. അപ്പോൾ ഒരാൾ മരിക്കുമ്പോഴും റെക്കോർഡ് ചെയ്യണം, അത് നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ ജനിക്കുമ്പോഴും അറിയിക്കണം. അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. അവിടെ വേർ ഡു വി രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ റൂറൽ ഏരിയാസ്. അതായത് നമ്മുടെ റൂറൽ ഏരിയകളിൽ എവിടെയാണ് ബർത്തും ഡെത്തും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്? അത് പഞ്ചായത്താണ് അതിന്റെ ആൻസർ. അടുത്തത് വേർ ഡു വി രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയകളിൽ, അതായത് നഗരങ്ങളിൽ അതെവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അത് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ആണ്. മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ, എവിടെയാണോ ആ സിറ്റി, ആ ഏരിയ എന്ന് പറയുന്നത് മുനിസിപ്പൽ ഏരിയ ആണെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിലായിരിക്കണം. അതല്ല അത് കോർപ്പറേഷൻ ഏരിയ ആണെങ്കിൽ അത് കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യണം. അടുത്തതായിട്ട്
Prepare a note discussing high epidemics, famines and climate changes affect mortality rate. അതായത് നമ്മുടെ ജനസംഖ്യയെ എപ്പിഡമിക് എന്ന് പറയുന്നത് പകർച്ചവ്യാധി, അതുപോലെ തന്നെ ഫെമിൻസ് എന്ന് പറയുന്നത് ക്ഷാമമാണ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ മാറ്റം ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം കൊറോണ പോലെയുള്ള വലിയ പകർച്ചവ്യാധി ഉണ്ടായാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് മരിച്ചു പോകും. അത് നമ്മുടെ ജനസംഖ്യയെ തന്നെ ബാധിക്കും. അതേപോലെ തന്നെ ഫെമിൻസ് എന്ന് പറയുന്നത് ക്ഷാമമാണ്. അതായത് നമുക്കൊരു ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജനസംഖ്യയെ ബാധിക്കും. ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ മാറ്റം, ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ നമുക്കിപ്പം അറിയാം പാലക്കാടൊക്കെ ഉണ്ടായതുപോലെ തന്നെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുക. അങ്ങനെ ഉരുൾപൊട്ടലോ വലിയ വെള്ളപ്പൊക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രദേശം തന്നെ ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും. അവിടുത്തെ ആളുകളൊക്കെ ഒരുമിച്ച് മരിച്ചു പോയെന്ന് വരും. അപ്പോൾ അത് നമ്മുടെ ജനസംഖ്യയെ ബാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഫൈൻഡ് ഔട്ട് ദ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ദ ഇന്ത്യ ആൻഡ് കേരള ബേസ്ഡ് ഓൺ ദ 2011 സെൻസസ് റിപ്പോർട്ട് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് 2011 സെൻസസും പ്രകാരം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലേതും ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് റെക്കോർഡ് ചെയ്യാനാണ്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അത് നമുക്ക് ഒന്നും കൂടെ പറയാം. 2011 സെൻസസും പ്രകാരം ഇന്ത്യയിലെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 21.8 ആണ്. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.1 ആണ്. കേരളത്തിൽ അത് 16.75 ആണ്. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.32 ആണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിനകത്ത് രണ്ട് എക്സ്റ്റൻഡഡ് റീഡിംഗ് തന്നിട്ടുണ്ട്, അതും കൂടെ നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ശിശു മരണ നിരക്ക് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഫന്റ് who dies within 1 year out of 1000 lives birth in a year. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണമാണ് ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ 1000 ശിശുക്കൾ ജനിക്കുമ്പോൾ ഒരു വയസ്സിനുള്ളിൽ അതിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് ആ ശിശുമരണ നിരക്ക് ആയിട്ട് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്നാണ്, അതായത് മാതൃമരണ നിരക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്താണെന്ന് നോക്കാം. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് വിമൻ ഹു ഡൈസ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് പെർ 1000 ബർത്ത് ഇൻ എ ഇയർ. അതായത് ഒരു വർഷം നടക്കുന്ന 1000 പ്രസവങ്ങൾക്കുള്ളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണമാണ് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 1000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അതിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം, അതിനെയാണ് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിയായിട്ടുള്ളത് നോക്കാം. A country's high infant mortality rate and maternal mortality rate are indicators of backwardness and poverty of that country. അതായത് ഒരു രാജ്യത്തിലെ ഹൈ മോർട്ടാലിറ്റി റേറ്റ്, അതായത് ഉയർന്ന ശിശുമരണ നിരക്ക്, ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മാതൃമരണ നിരക്കും എന്തിനെ സൂചിപ്പിക്കുന്നു? ആ രാജ്യത്തിന്റെ പിന്നോക്ക അവസ്ഥയും അവിടുത്തെ ദാരിദ്ര്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയിട്ട് തന്നിരിക്കുന്നത്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റിനെ പറ്റിയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഡെൻസിറ്റി പോപ്പുലേഷൻ ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജനസാന്ദ്രത എന്നാണ്. ഒരു പ്രദേശത്തെ പ്രധാന സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന, പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത്. Population density is the one that represent the major socio-economic factors of an area. ഒരു പ്രദേശത്തെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സിനെ സൂചിപ്പിക്കുന്ന ഫാക്ടറാണ് എന്ത്? ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കത് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഇനി പോപ്പുലേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. അതായത് ഒരു കൃത്യസമയത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് എത്ര ആളുകൾ താമസിക്കുന്നു എന്നതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം.
പക്ഷേ ആവറേജ് അല്ലെങ്കിൽ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബട്ട് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഈസ് കോൾഡ് ഡെൻസിറ്റി പോപ്പുലേഷൻ. അതായത് ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് പോപ്പുലേഷൻ ആണ്. എവിടെ? പെർ സ്ക്വയർ കിലോമീറ്റർ. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ എത്ര ആളുകൾ താമസിക്കുന്നു എന്നതിനെയാണ് നമ്മൾ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷനും ഡെൻസിറ്റി പോപ്പുലേഷനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ, അതിപ്പോൾ വലുതാവാം ചെറുതാവാം, ആ ഏരിയയിൽ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ മൊത്തം എണ്ണം, അതിനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും, ആകെ എണ്ണം. ഇവിടെ നമ്മൾ ആകെ എണ്ണമല്ല കണക്കാക്കുന്നത്, ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ എത്ര ആളുകൾ താമസിക്കുന്നു അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് നോക്കാം. ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഈസ് കോൾഡ് ഡെൻസിറ്റി പോപ്പുലേഷൻ. അടുത്തായിട്ട് അവിടെ ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. എക്സാമിൻ ദ 2011 സെൻസസ് റിപ്പോർട്ട് ആൻഡ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്സ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ദ സ്റ്റേറ്റ്സ് വിത്ത് ദ ലോവസ്റ്റ്. പ്രിപ്പയർ ദ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ്. അതായത് 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരം എവിടെയാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്, എവിടെയാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്, എവിടെയാണ് ഹയസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളത്, എവിടെയാണ് ലോവസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളത് എന്നൊരു ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം, ചാർട്ട് നോക്കാം. പോപ്പുലേഷൻ. ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശ്. അതായത് ഒരു ഇന്ത്യൻ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 230 മില്യൺ, 230 മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ. അടുത്തത് ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിം. അതായത് ഇന്ത്യയിലെ ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിം ആണ്. 6,10,577 ആണ് അവിടുത്തെ പോപ്പുലേഷൻ. 6,10,577 പേരാണ് അവിടെ ഉള്ളത്. അടുത്തത് ഡെൻസിറ്റി പോപ്പുലേഷൻ ആണ്. ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ ബീഹാർ. അതായത് ഇന്ത്യൻ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളത് ബീഹാറിലാണ്. 1,102 പെർ സ്ക്വയർ കിലോമീറ്റർ. 1,102 പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നത്. അടുത്തത് ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ അരുണാചൽ പ്രദേശ് ആണ്. അതായത് ഒരു ഇന്ത്യൻ സ്റ്റേറ്റിലെ ഏറ്റവും കുറവ് പോപ്പുലേഷൻ, ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അത് 17 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 17 പേരാണ് താമസിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഡൽഹി ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. പക്ഷേ ഡൽഹി ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല. ഡൽഹി ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണ്. അപ്പം ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളത്. അത് എത്രയാണെന്ന് നോക്കാം. 11,297 പെർ സ്ക്വയർ കിലോമീറ്റർ. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 11,297 പേരാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയാസ്? കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഒരു ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടിയ ഏരിയകളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളത്. അവിടുത്തെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്. അതായത് തുറസായ സ്ഥലങ്ങളുടെ കുറവ്. അതായത് പാർക്ക് പോലെയൊക്കെയുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തുറസായ സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. അടുത്തത് പൊല്യൂഷൻ. പൊല്യൂഷൻ നമുക്കറിയാം, ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണ്. അടുത്തത് ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്. അതായത് ജലസംഭരണം, അതായത് ജലം സംഭരിച്ചു വെക്കാനുള്ള സ്ഥലത്തിന്റെ പരിമിതി. ജലസംഭരണം വളരെ കുറവായിരിക്കും. ആളുകൾ താമസിക്കുന്ന കാരണം ജലം സ്റ്റോർ ചെയ്യപ്പെടുന്നതിനുള്ള സ്ഥലം വളരെ കുറവാണ്. അടുത്തായിട്ട് ക്രൗഡിങ്. ക്രൗഡിങ് എന്ന് വെച്ചാൽ ആൾക്കൂട്ടം, ഭയങ്കരമായ തിരക്ക് മറ്റുമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് 2 പോയിന്റും കൂടെ പറയാം. സ്ലംസ്. സ്ലംസ് എന്ന് വെച്ചാൽ ചേരികൾ. അപ്പം നമുക്ക് ആളുകൾക്ക് താമസിക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ കൂട്ടായിട്ട് വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരും. അതിനെയാണ് സ്ലംസ് എന്ന് പറയും, ചേരികൾ എന്ന് പറയും. അടുത്തതായിട്ട് അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ. ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ എല്ലാവർക്കും തൊഴിൽ ലഭിക്കാനുള്ള അവസരം കുറയും. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയാസ്. ഒന്നുകൂടെ പറയാം. ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, പൊല്യൂഷൻ, ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്, ക്രൗഡിംഗ്, സ്ലംസ്, അൺഎംപ്ലോയ്മെന്റ്.
അടുത്തൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. വൈ ഡു സം ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാവ് എ ഹയർ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സം ഹാവ് ലോവർ? അതായത് ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ ഹയസ്റ്റ് പോപ്പുലേഷനും ചിലയിടത്ത് ലോവസ്റ്റ് പോപ്പുലേഷനും ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതായത് ഇങ്ങനെ ജനസംഖ്യ പല സ്റ്റേറ്റുകളിലും കൂടിയും കുറഞ്ഞും ഒക്കെ വരാനുള്ള കാരണം എന്താണ് നോക്കാം. അപ്പോൾ അവിടെ കുറച്ച് പോയിന്റ് തന്നിരിക്കുന്നു, നോക്കാം. ക്ലൈമറ്റ്, കാലാവസ്ഥ, അതൊരു വലിയ ഘടകമാണ്. അതുപോലെ തന്നെ ടോപ്പോഗ്രാഫി എന്ന് വെച്ചാൽ ഭൂമിയുടെ പ്രകൃതി, താമസിക്കാൻ പറ്റിയ ഭൂമിയാണെങ്കിൽ അവിടെ ആളുകൾ കൂടുതൽ താമസിക്കും. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിന്റെ അളവ്, ലഭ്യത, അതായത് ജലം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ആളുകൾ താമസിക്കും. ജലം ലഭ്യമല്ലെങ്കിൽ ആളുകൾ അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ടൈപ്സ് ഓഫ് സോയിൽ, അതായത് മണ്ണിന്റെ പ്രത്യേകത, അതായത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഉത്തർപ്രദേശിലൊക്കെ കൂടുതലും ആളുകൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ്, കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. അപ്പോൾ അത് ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് മറ്റൊരു ഘടകമാണ്. അടുത്തതായിട്ട് ഡൊമസ്റ്റിക് പ്രോബ്ലംസ്, അതായത് എന്താണ്, ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ട് ചില സ്റ്റേറ്റുകളിലൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമൊക്കെ ഉണ്ടാകുന്നുള്ളത്. അത് അവിടെ താമസത്തിന് ആളുകളുടെ എണ്ണം കുറയ്ക്കും. അതുപോലെ തന്നെ പൊല്യൂഷൻ, അതായത് മലിനീകരണം. അടുത്തത് എപ്പിഡമിക് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ. പിന്നീടുള്ളത് നാച്ചുറൽ കലാമിറ്റീസ്, അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ആളുകൾ താമസിക്കത്തില്ല. അതുപോലെ തന്നെ അൺഅവൈലബിലിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതായത് വെള്ളം, ഗ്രൗണ്ട് വാട്ടറിന്റെ ലഭ്യത കുറവ് എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഗതാഗതം, യാത്രാ സൗകര്യങ്ങളൊക്കെ. അടുത്തത് കമ്മ്യൂണിക്കേഷൻ, അതായത് വാർത്താവിനിമയ സംവിധാനങ്ങളുടെയൊക്കെ കുറവ്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസത്തിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആളുകൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥലം താമസിക്കാൻ തിരഞ്ഞെടുക്കാത്തതും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണെന്ന്. ക്ലൈമറ്റ്, ടോപ്പോഗ്രാഫി, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ടൈപ്പ് ഓഫ് സോയിൽ, ഡൊമസ്റ്റിക് പ്രോബ്ലംസ്, പോപ്പുലേഷൻ, എപ്പിഡമിക്, നാച്ചുറൽ കലാമിറ്റീസ്, അൺഅവൈലബിലിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.